നിനക്കെന്താടാ ഒരു കള്ളലക്ഷണം? കുളിച്ചിറങ്ങി വരുന്ന കണ്ണനെ നോക്കി മിഥുൻ ചോദിച്ചു. അതിപ്പോ നന്നായി കുളിച്ചു വന്നതിൻ്റെയാടാ. കണ്ണൻ നനഞ്ഞ മുടി കൈകൊണ്ട് ചീക്കി അവനെ നോക്കി കണ്ണിറുക്കി. നീ എന്നും കുളിക്കാറില്ലേ? മിഥുൻ അവനെ ചുഴിഞ്ഞു നോക്കി. യാ. കണ്ണൻ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നിട്ട് മുഖം കാര്യമായ പരിശോധനയിലാണ്. പിന്നെന്താ, ഇന്നലെ വരെയും തോന്നാത്ത ഒരു അവലക്ഷണം ഇന്ന് കുളിച്ചിറങ്ങിയപ്പോൾ മുതൽ? മിഥുൻ വിടാനുള്ള ഭാവമില്ലായിരുന്നു. അതോ, അത് ഞാനെൻ്റെ സോപ്പ് മാറ്റി, അതിൻ്റെ ആവും. കണ്ണൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. മിഥുൻ തലയാട്ടി കാണിക്കുന്നുണ്ട്. കണ്ണൻ ഊറിച്ചിരിച്ചുകൊണ്ട് വീണ്ടും ക്രീം പുരട്ടലും മുടി ചീകലുമായി അവനെ നോക്കുന്നേയില്ല. നീ ഇന്ന് വൈകുന്നേരം എവിടെയാടാ പോയത്? മിഥുൻ വീണ്ടും ചോദിച്ചു. ഞാൻ ടൗണിൽ. കണ്ണൻ പറഞ്ഞു. നീ ഒറ്റയ്ക്കോ? ഷേ, നീ എന്താടാ മിത്തു ഒരുമാതിരി CBIക്ക് പഠിക്കുന്നേ? കണ്ണൻ ഷെൽഫ് അടച്ചുകൊണ്ട് അവനരികിലേക്ക് വന്നു. തലയണയെടുത്ത് കിടക്കയിൽ ചാരി വെച്ചിട്ട് അവൻ അതിലേക്ക് ചാഞ്ഞു കിടന്നു. അതല്ലല്ലോ മോനെ കണ്ണ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. നീ വിഷയത്തിൽ നിന്നും തെന്നിപ്പോവാതെ ഉത്തരം പറ. മിഥുൻ കണ്ണനെ തന്നെ നോക്കി. എടാ, അത് പിന്നെ അവൾക്ക് ടൗണിൽ പോവേണ്ട ഒരു അത്യാവശ്യമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല. അല്ലെങ്കിലും ഈ പ്രശ്നം ഒറ്റയ്ക്ക് അവൾക്ക് നേരിടാനാവില്ല. എൻ്റെ സഹായം കൂടിയേ തീരൂ. കണ്ണൻ മിഥുനെ നോക്കി പറഞ്ഞു. അവനൊരു നിമിഷം ഒന്നും മിണ്ടിയില്ല. എനിക്കെല്ലാം മനസ്സിലാവും. നീയും അവളും ഒന്നിക്കാൻ വേണ്ടുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു തരും. പക്ഷേ കണ്ണ. മിഥുൻ പാതിയിൽ നിർത്തി അവനെ നോക്കി. ഇല്ലടാ, ഇവിടെ ആരും അറിയില്ല. ഞാനും അവളും ഒന്നിച്ചുള്ള ഒന്നും ഇവിടെ ആർക്കും അറിയില്ല. പരമാവധി ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും വരാനുള്ളത് അതിന് എന്തായാലും വരും. കണ്ണൻ ചിരിയോടെ പറഞ്ഞു. അങ്ങനെയല്ലടാ. മിഥുൻ പറഞ്ഞു മുഴുവനാക്കും മുന്നേ കണ്ണൻ്റെ വാതിലിൽ മുട്ടുന്നത് കേട്ടിട്ട് രണ്ടാളും തിരിഞ്ഞു നിന്ന് നോക്കി. റിമിയാണ്. എന്താണ് ഇവിടെ ഒരു ഡിസ്കഷൻ? റിമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കണ്ണനും മിഥുനും പരസ്പരം നോക്കി. ഏയ്, അതൊന്നുമില്ലടോ. മിഥുൻ ചെറിയൊരു ചിരിയോടെ റിമിയെ നോക്കി. അവളുടെ കണ്ണുകൾ കൂർത്തു. ഞാൻ നാളെ ഉച്ചയ്ക്ക് ശേഷം പോവും. അതിനെക്കുറിച്ച് പറഞ്ഞതാ. ഇവനാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞതാ. അവളുടെ തെളിയാത്ത മുഖം കണ്ടിട്ടാണ് മിഥുൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്. കണ്ണനൊന്നും മിണ്ടാതെയിരുന്നു. നീ വരുന്നില്ലെന്ന് ഉറപ്പല്ലേ? മിഥുൻ ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മിത്തു. റിമി അത് കേൾക്കാൻ താല്പര്യമില്ലെന്ന പോലെ മുഖം തിരിച്ചു. എന്നാലും അധികം വൈകാതെ തന്നെ തിരിച്ചു പോരാൻ നോക്കണം നീ. ഇതൊരു അന്യ വീടാണ്. ആ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. മിഥുൻ എഴുന്നേറ്റ് ചെന്നുകൊണ്ട് റിമിയോട് പറഞ്ഞു. അവളൊന്ന് മൂളി. നീ എന്താ റിമി വന്നത്? കണ്ണൻ ചോദിച്ചു. ഞാൻ വെറുതെ മുറിയിലിരുന്ന് ബോറടിച്ചപ്പോൾ. റിമി വാക്കുകൾ പെറുക്കിക്കൂട്ടാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്കുറപ്പായിരുന്നു അവൾ പറയുന്നത് കള്ളമാണെന്ന്. നിന്നെ പുന്നാരിച്ചു കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ മാന്യമഹാജനങ്ങളൊക്കെ എവിടെ പോയി മകളെ? കണ്ണൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അവരെല്ലാം അവിടെയുണ്ട്. ആ പറഞ്ഞത് ഒട്ടും രസിച്ചിട്ടില്ല എന്ന് റിമിയുടെ നീരസം നിറഞ്ഞ മറുപടിയിൽ നിന്നും അവർക്ക് മനസ്സിലായി. ശരിയെന്നാ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോട്ടെ. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ റിമി തിരിഞ്ഞു. കണ്ണനും മിഥുനും ഒരുപോലെ തലയാട്ടി. കണ്ണൻ. തിരിച്ചിറങ്ങിപ്പോയവൾ വീണ്ടും വിളിക്കുന്നത് കേട്ട് കണ്ണൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ ഇന്ന് ടൗണിൽ പോയിരുന്നു? റിമിയുടെ ചോദ്യം കേട്ടപ്പോൾ കണ്ണൻ്റെ നോട്ടം ആദ്യം ചെന്ന് നിന്നത് മിഥുൻ്റെ നേരെയാണ്. അവൻ്റെ മാറ്റങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ഒരു വേട്ടമൃഗത്തിൻ്റെ കുടിലത നിറഞ്ഞ ഭാവത്തിൽ റിമി നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചതുമില്ല. ആ, പോയിരുന്നു. എന്തേ? നീ എങ്ങനെ അറിഞ്ഞു? കണ്ണൻ റിമിയെ നോക്കി. ഏയ്, ഒന്നുമില്ലടോ. ഇവിടെ ആരൊക്കെയോ പറഞ്ഞത് കേട്ടു. നീ ടൗണിൽ പോയതാണെന്ന്. റിമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒറ്റയ്ക്കാണോ പോയത്? വീണ്ടും അവൾ ചോദിച്ചു. അതെ. യാതൊരു സംശയത്തിനും ഇടകൊടുക്കാതെ കണ്ണൻ പറഞ്ഞു. പോയപ്പോൾ നിനക്കെന്നെ ഒന്ന് വിളിക്കാറുന്നില്ലേ? ഞാൻ വരുമായിരുന്നു. റിമി പതിവ് പോലെ പറഞ്ഞു. കണ്ണൻ ഒന്നും മിണ്ടിയില്ല. പോട്ടെ, നെക്സ്റ്റ് ടൈം, ഓക്കെ. റിമി അവൻ്റെ തോളിൽ തട്ടിയിട്ട് ഇറങ്ങിപ്പോയി. അവളെ നീ ഒരുപാട് സൂക്ഷിക്കണം കണ്ണാ. റിമി പോയ വഴിയെ നോക്കി മിഥുൻ ഓർമ്മിപ്പിച്ചു. നല്ല ഉടുപ്പാണല്ലേ ചിറ്റേ. ലല്ലമോൾക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. സീത ആ കുഞ്ഞു ഹൃദയത്തിൻ്റെ സന്തോഷത്തിലേക്ക് നിർവൃതിയോടെ നോക്കിയിരുന്നു. ലല്ലമോൾക്ക് 2 ജോഡി ഉടുപ്പുകൾ, 2 ചുരിദാർ സെറ്റ്, പിന്നൊരു ബാഗും. അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു കണ്ണൻ കൊടുത്ത കവറിൽ. ലല്ലുവിനെടുത്തത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോൾ നമ്മൾക്ക് കൂടി.
വേണ്ടായിരുന്നു സീതേ. അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് വേണ്ടി ആ മുത്തശ്ശി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നനഞ്ഞിടം തന്നെ കുഴിക്കുന്നത് ശരിയല്ലല്ലോ. പാർവതി സീതയെ നോക്കി വിഷണ്ണതയോടെ പറഞ്ഞു. ആ, ഞാൻ പറഞ്ഞിട്ടാണോ ചേച്ചി? പറഞ്ഞാൽ കേൾക്കണ്ടേ? ഇതിൻ്റെ സന്തോഷവും കടമയുമാണെന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ പിന്നെ എങ്ങനെയാ വേണ്ടെന്ന് വെക്കുന്നത്? പാർവതിയോട് അത് പറയുമ്പോഴും കണ്ണൻ്റെ കുസൃതി നിറഞ്ഞ മുഖമായിരുന്നു സീതയുടെ ഉള്ളിൽ നിറയെ. അറിയാതെ തന്നെ ഒരു ചിരി അവളുടെ ചുണ്ടിൽ കടമെടുത്തിരുന്നു. ഇതിപ്പോ മുത്തശ്ശി തന്നതുകൊണ്ടായിരിക്കും നീ വാങ്ങിയത് എന്നറിയാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അതാണ് ഞാൻ പറഞ്ഞത്. മടിയിലിരുന്ന ചുരിദാറിന് മുകളിൽ കൂടി പാർവതിയുടെ കൈകൾ മൃദുവായി തലോടി. നല്ല വിലയായിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രൈസ് ടാഗ് കൊണ്ടുവരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല. ഒരേ പാറ്റേൺ, 2 നിറങ്ങൾ. സീത കരിമ്പച്ച നിറമാണ് എടുത്തത്. പാർവതിക്ക് മെറൂൺ മതിയെന്ന് അവൾ പറഞ്ഞതിന് ശേഷമാണ് സീത അതെടുത്തത്. ഹരി ഇന്ന് വന്നിരുന്നോടേ ചേച്ചി? പാർവതിയെ നോക്കി സീത ചോദിച്ചു. ഇന്ന് വന്നില്ല. ലല്ലുവിൻ്റെ ഉടുപ്പൂരി മാറ്റുന്നതിനിടെ പാർവതി പറഞ്ഞു. ഇവനെവിടെ പോയാവോ? സീത സ്വയം പിറുപിറുത്തു. ഞാൻ കിരൺ വർമ്മയാണ്, ശ്രീനിലയത്തിലെ. മനസ്സിലായോ ഹരിക്ക്? കണ്ണൻ ചോദിച്ചപ്പോൾ മറുവശം ഒരു നിമിഷം നിശബ്ദമായി. ഹലോ ഹരി? കണ്ണൻ വീണ്ടും വിളിച്ചു നോക്കി. സീത, അവൾക്ക് എന്തെങ്കിലും? ആകുലത നിറഞ്ഞൊരു ചോദ്യമാണ് കണ്ണന് തിരികെ കിട്ടിയത്. തനിക്കെന്നെ മനസ്സിലായോടോ? കണ്ണൻ ചിരിയോടെ ചോദിച്ചു. ഉവ്വ്, കണ്ണനല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തതല്ലേ? ഹരി പറഞ്ഞു. യെസ്, അപ്പോൾ ഓർമ്മയുണ്ട്. താങ്ക് ഗോഡ്. കണ്ണൻ വീണ്ടും ചിരിച്ചു. എനിക്ക് ഹരിയെ ഒന്ന് കാണണമായിരുന്നു. എപ്പോഴാ ഫ്രീ ആവുന്നത്? എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീണ്ടും ഹരിയുടെ ആദി നിറഞ്ഞ സ്വരം. ഏയ്, ഒരു പ്രശ്നവുമില്ല. അതോർത്ത് താൻ ടെൻഷനാവാതെ. എനിക്കൊരു കാര്യം സംസാരിക്കാൻ. കണ്ണൻ പറഞ്ഞു നിർത്തി. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ് കിരൺ. ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വന്നു. ഞാൻ നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിച്ചിരുന്നു, അതിൻ്റെ കാര്യത്തിന് വേണ്ടി. ഹരിയുടെ ശബ്ദം ഏതോ മുഴക്കത്തിനൊപ്പം കണ്ണൻ കേട്ടു. എന്താടോ, അത്യാവശ്യമാണോ? എങ്കിൽ താൻ പറഞ്ഞു, ഹരി ആവശ്യപ്പെട്ടു. അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നേരിട്ട് പറയുന്നതാണ് അതിൻ്റെ ഭംഗി. ഹരി എപ്പോൾ നാട്ടിലെത്തും? കണ്ണൻ ചോദിച്ചു. ഞാൻ ഇന്ന് രാത്രി എത്തും. വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്കിൽ നാളെ രാവിലെ തന്നെ നമ്മൾക്കൊന്ന് കാണണം, കണ്ണൻ പറഞ്ഞു. സീരിയസ് പ്രശ്നം വല്ലതാണോടോ സീതയ്ക്ക് അവിടെ? ഹരിയുടെ ചോദ്യം കേട്ടിട്ട് കണ്ണൻ ചിരിച്ചു. തൻ്റെ കൂട്ടുകാരിക്ക് യാതൊരു പ്രശ്നവുമില്ല ഹരി. എനിക്കാണ് തന്നോട് സംസാരിക്കാനുള്ളത്, കണ്ണൻ പറഞ്ഞു. ഓക്കെ, എന്നാ ഞാൻ എത്തിയിട്ട് തന്നെ വിളിക്കാം. കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അറിയാം, ഹരി പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും ആ സംഭാഷണം അവസാനിപ്പിച്ചു. എന്നാലും എന്തായിരിക്കും കണ്ണന് തന്നോട് പറയാനുള്ളത്? കട്ടായ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരി സ്വയം ചോദിച്ചു. എത്രയൊക്കെ ആലോചിച്ചു നോക്കിയിട്ടും അവനൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ട്രെയിനിൻ്റെ ജനൽ കമ്പിയിലേക്ക് തലമുട്ടിച്ചുകൊണ്ട് ഹരി പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. ജനലോരം കുതിച്ചെത്തുന്ന തണുപ്പ് ഹരിയെ കുളിരണിയിച്ചുകൊണ്ട് തഴുകി തലോടി. പെട്ടെന്ന് പോരേണ്ട യാത്രയായതുകൊണ്ട് തന്നെ ആരോടും പറയാൻ കഴിഞ്ഞില്ല. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളത് എന്ന് കരുതി. പാർവതിയുടെ മുന്നിൽ ചെന്നി നിന്നിട്ട് തൻ്റെ ആഗ്രഹം പറയുന്ന നിമിഷത്തിൻ്റെ നിർവൃതിയും പേറിയാണ് ഹരി ഓരോ സെക്കൻഡും തള്ളി നീക്കുന്നത്. പേടിയോ വെപ്രാളമോ ഒന്നുമല്ല. പകരം എത്ര കാത്തിരിക്കേണ്ടി വന്നാലും തൻ്റെ പ്രണയം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ലഹരി മാത്രം ഉള്ളിൽ നിറയുന്നു. ഹരി കണ്ണുകൾ അടച്ചു. ആ നിമിഷവും ആസ്വദിച്ചു. മിസ് യു. കണ്ണൻ്റെ ആർദ്രമായ സ്വരം സീതയെ തഴുകി തലോടി. അവൾ ഒന്നും മിണ്ടാതെ ഫോണിൽ പിടിമുറുക്കി. നിനക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ലച്ചു? കണ്ണൻ്റെ ചോദ്യം. തൊട്ടു മുൻപ് വരെയും അവൻ്റെ ഓർമ്മകൾ തീർത്ത തടവറയിൽ വീർപ്പ് മുട്ടുകയായിരുന്നു താനെന്ന് അവനോട് പറയാൻ കഴിയാതെ സീത കുഴഞ്ഞു. ജസ് ഇഷ്ടായോ? വീണ്ടും അവൻ്റെ സ്വരം. പുറത്ത് തിണ്ണയിൽ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് സീത പതിയെ മൂളി. ബാഗോ? വേണ്ടായിരുന്നു, സീത പതിയെ പറഞ്ഞു. വേണായിരുന്നു. സങ്കടം വന്നാലും സന്തോഷം വന്നാലും കൈകൊണ്ട് വരിഞ്ഞു മുറുക്കിയതും പിന്നെ കാലപ്പഴക്കവും അത് ഒരുപാട് കീറിയിട്ടുണ്ട് പെണ്ണെ. അവൻ്റെ സ്വരം തലോടൽ പോലെ അവളിൽ ആശ്വാസം പകർന്നു. ഇനി സങ്കടം വന്നാലും സന്തോഷം വന്നാലും നിനക്ക് ചേർന്നിരിക്കാൻ ഞാനില്ലേ? കണ്ണൻ പ്രണയത്തോടെ ചോദിക്കുമ്പോൾ സീതയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ. പാർവതി ലല്ലമോൾക്ക് ഭക്ഷണം കൊടുക്കാനും ഉറക്കാനുമുള്ള തിരക്കിലാണ്. ഞാൻ ഹരിക്ക് വിളിച്ചിരുന്നു.
കണ്ണൻ പറയുമ്പോൾ സീതയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. അവൻ എന്ത് പറഞ്ഞു? കണ്ണേട്ടൻ എല്ലാം പറഞ്ഞു. സീത വെപ്രാളത്തോടെ ചോദിച്ചു. ഹാ, താൻ ടെൻഷനാവല്ലേ. ഒന്ന് കാണാൻ പറ്റുമോ എന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ നാട്ടിലില്ലെന്ന് കണ്ണൻ പറഞ്ഞു. ഹരി എവിടെ പോയി? സീതയുടെ ചോദ്യം കേട്ടപ്പോൾ കണ്ണൻ ചിരിച്ചു. അത് എന്നോടാണോ ചോദിക്കുന്നത്? കാര്യം പറഞ്ഞു വരുമ്പോൾ ചങ്കിൽ കൊള്ളുന്നതുമൊക്കെയാകും ഹരിയും സീതാലക്ഷ്മിയും. പക്ഷേ തമ്മിൽ ഒന്നും അറിയില്ല. അയ്യേ, നിങ്ങളാണോ ആത്മാർത്ഥ സുഹൃത്തുക്കൾ? കണ്ണൻ കളിയാക്കി. ദേ കണ്ണേട്ടാ, ഈ കളി വേണ്ടാട്ടോ. എന്നും വിളിക്കും, എന്നും കാണും എന്നുള്ളതൊക്കെയാണോ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം അളക്കാനുള്ള മാനദണ്ഡം? അവനെന്തെങ്കിലും അത്യാവശ്യമുള്ളത് കൊണ്ട് പോയതാകും. സീതയുടെ മുഖത്തെ ദേഷ്യം ഓർത്തിട്ട് കണ്ണന് ചിരി വന്നു. ഓ, ഞാൻ കിരണാണെന്ന് പറഞ്ഞപ്പോൾ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആദ്യം ചോദിച്ചത് സീതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ്. അവൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു ലച്ചു. ഇത്തിരി നേരത്തെ മൗനത്തിന് ശേഷം കണ്ണൻ പറഞ്ഞു. ഒരു രക്ഷയുമില്ല. പൊന്നുമോൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിക്കേ. സീത ചിരി അമർത്തിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. ഓ, അല്ലേലും നിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അവൻ പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ അങ്ങനെ അല്ലേലും കണ്ണേട്ടൻ ആവശ്യത്തിൽ കൂടുതൽ റൊമാൻറ്റിക് ആണല്ലോ. അപ്പോൾ പിന്നെ ബാലൻസ് ചെയ്ത് പോയിക്കോളും, സീത പറഞ്ഞു. അർജുൻ വന്നോ? കണ്ണൻ്റെ ചോദ്യം ഒറ്റ നിമിഷം കൊണ്ടവളിൽ ഇരുൾ നിറച്ചു. ഇല്ലെന്ന് പറയുമ്പോൾ ആ സ്വരം അറിയാതെ തന്നെ പരുഷമായി പോയിരുന്നു. ഇനി അവൻ ലേറ്റായി വന്നാലും നീ ഒന്നും പറയാൻ നിൽക്കരുത്. നിന്റെ പിടിവിട്ടു പോകും. അവനെന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലുള്ളത് മുഴുവൻ നീ അവന് മുന്നിൽ കുടഞ്ഞിടും. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കണ്ണേട്ടനെയും സ്വപ്നം കണ്ടിട്ട് സുഖമായി ഉറങ്ങിക്കോ. നാളെ നേരത്തെ ഇങ്ങോട്ട് ഓടി വരണേ. ഞാനിവിടെ കാത്തു നിൽപ്പുണ്ടാവും, എൻ്റെ സ്ട്രോങ് സീതാലക്ഷ്മിയെ സ്നേഹിക്കാൻ. മുറിവായി തീർന്ന അവൻ്റെ ചോദ്യത്തിനുള്ളിൽ മരുന്നുണ്ടായിരുന്നു അപ്പോഴവൻ്റെ വാക്കുകളിൽ മുഴുവനും.